അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മാണിക്ക കല്യാണേ, ഈ ഒരു കുരിപ്പിൻ്റെ ഒരു ചാതി എന്താ അറിയാം നിങ്ങൾക്ക്? എന്തോ ഒരു രസം എന്നറിയാം. പീടിന്നൊക്കെ വാങ്ങണ ഷവർമ ഉണ്ടല്ലോ, അവിടെ നിൽക്കുള്ളൂ. എന്താ ഇതിൻ്റെ ഒരു ചൂരും മണമൊക്കെ എന്നറിയാം. അടിപൊളി ടേസ്റ്റുമാണ്. എന്തിനാണ് ഞാളെ നമ്മൾക്ക് 500, 600, 700, 800, 900, 1000 ഉറുപ്പ്യൊക്കെ കൊടുത്ത് കണ്ട് പീടിയെന്ന് നമ്മൾ വാങ്ങണത് നമ്മളെ പെരയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഷവർമ്മയാണ്. പിന്നെ ഇപ്പം എന്താണെന്നറിയോ, നമ്മൾ പെരയിലുണ്ടാക്കിയ വിശ്വസിച്ചുകൊണ്ട് തിന്നും ചെയ്യാം. പിന്നെ അന്നും തിന്നാം, പിറ്റേന്നും തിന്നാം. അങ്ങനത്തെ സാധനമാണ്. എന്തിനാണ് നമ്മൾ കുറേ കായ് കൊടുത്തുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണത്? അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കിട്ടോ. എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കി. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും ചെയ്യരുത്. പിന്നെ ഒരു ഷവർമ ഉണ്ടാക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഇതാക്കണേ, ഞാനൊരു 6 കഷ്ണം കോഴി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു കോഴി കഷ്ണങ്ങൾ മതിഞ്ഞാളെ എന്നാൽ തന്നെ നമുക്ക് പള്ളറച്ചു അതിൻ്റെ അപ്പുറം ഉണ്ടാവും നമ്മളെ ഷവർമ. അപ്പം നമ്മൾ ഒരു 2-3 ദിവസം മുന്നേ ഒരു 100 ഉറുപ്പ്യൻ്റെ കോഴിയൊക്കെ കൊടുന്നു കഴിഞ്ഞാലോ, അന്നൊരു 6 കണ്ട ഞാൻ എടുത്ത് വെച്ചേനെ കേട്ടോ. പൊരിച്ചതിങ്ങാണ്ട് പാത്ത ചേനി. അപ്പം മക്കൾ പറയൽ തുടങ്ങി നമുക്ക് ഷവർമ ഉണ്ടാക്കല്ലമ്മ. അപ്പം നമ്മളേതായാലും ഒരു കാബേജിൻ്റെ ഒരു കണ്ടം ഉണ്ടായിനി. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ കുറച്ച് മല്ലിച്ചേപ്പ് വാങ്ങിയെന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു തക്കാളി ആട്ടോ എടുത്തുക്കണത്, ഒരു വല്ലുള്ളി, പിന്നെ 1/2 മുറി കാബേജും, പിന്നെ 6-7 കോഴിക്കണ്ടോ. ഇനി നമ്മൾ തക്കാളി ഇട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അരി ഉണ്ടല്ലോ അതാണ്ട് മാറ്റും കേട്ടോ. അപ്പോൾ ആ അരി എന്തിനാണ് മാറ്റണമെന്ന് വെച്ചാൽ നമ്മൾ മസാല കൂട്ടുമ്പം വെള്ളം പീച്ചിക്കൊണ്ട് വെക്കും. അപ്പോൾ അതില്ലാതെക്കാനാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എത്താപ്പം തക്കാളിൻ്റെ ഉള്ളിൽ അരി ഇട്ടുക്കണോ? അരി എന്ന് പറയണത് എന്താ മക്കളെ, നമ്മൾ ആ തക്കാളിൻ്റെ ഉള്ളിലത്തെ ആ പൾപ്പില്ലേ, അതിനാണ് കേട്ടോ ഞാൻ ഈ അരി എന്ന് പറഞ്ഞത്. അപ്പം അതാണ്ട് ഒഴിവാക്കിക്കൊള്ളാണ്ടിട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് തക്കാളി ഒക്കെ കുനാ പറഞ്ഞാണ്ട് അരി തന്നെ കേട്ടോ. അപ്പോൾ കാബേജും അങ്ങനെ അരിഞ്ഞിക്കണേ, ഉള്ളി അങ്ങനെ അരിഞ്ഞ് വെച്ചിക്കണേ. ഇനിയുണ്ടല്ലോ നമുക്ക് ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നിങ്ങളൊന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിട്ടോ. ഇനി നമുക്ക് നമ്മളെ മല്ലിച്ചേപ്പ് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം മല്ലിച്ചേപ്പ് ഇതിന് അത്യാവശ്യമാണ് കേട്ടോ. ഇത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ നമ്മൾ ഈ മല്ലിച്ചേപ്പ്. ഈ ഒരു മല്ലിച്ചേപ്പ് ഇട്ടെങ്കിലേ അതിൻ്റെ ഒരു ചൂരും മണമൊക്കെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ ഷവർമൻ്റെ ഒരു ചൂരും മണമൊന്നും ഇപ്പം അതിന് കിട്ടൂല. അപ്പം നമ്മൾ മല്ലിച്ചപ്പ് നിർബന്ധമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ മല്ലിച്ചപ്പും അതേമാതിരി കുനുകുനാ പറഞ്ഞ് കണ്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എത്രയാളെ മാറ്റമൊന്നുമില്ല. പീടിയിൽ നിന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഓല് കരണ്ടിനാണ് ഉണ്ടാക്കണത്, നമ്മൾ ഗ്യാസുമ്മലാണ് ഉണ്ടാക്കണത്. അല്ലാത്ത ഒരു വ്യത്യാസവും ഇതിനില്ല. പിന്നെ ഇപ്പോൾ പീടിയത്തോലുണ്ടല്ലോ കമ്പിമ്മ കോർത്ത് കണ്ട് ചെത്തിയെടുക്കുകയാണ്, നമ്മൾ കജ്ജോണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. ആ ഒരു വ്യത്യാസമുള്ളൂ. അല്ലാതെ അതിൻ്റെ രസത്തിനുണ്ടല്ലോ ഒരു കുറവുമില്ല. അതിലേറെ കുറച്ചും കൂടി രസമാണ് നമ്മളെ പെരയിൽ നിന്ന് ഉണ്ടാക്കിയാൽ. പിന്നെ നമുക്ക് വിശ്വസിച്ച് കാണ്ട് തിന്നും ചെഞ്ചെണ്ണിയാളെ. അപ്പം നമ്മളുണ്ടല്ലേ ഒക്കെ അരിഞ്ഞ് വെച്ചിക്കണം. ഇനി നമുക്ക് കോഴിയാണ് പൊരിച്ചെടുക്കാം കേട്ടോ. 6 കണ്ടം കോഴി തന്നെ ഉള്ളൂ. അപ്പോൾ ഈ കോഴിക്ക് ഇപ്പം ഞാൻ മസാല കൂട്ടി നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അതിക്ക് എന്താണെന്നറിയോ, കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് ചിക്കൻ മസാല ഇല്ലല്ലേ, ചിക്കൻ മസാല ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് നമുക്ക് കുഴച്ചാണ് വെക്കട്ടോ. 1 മണിക്കൂർ നേരം കണ്ട് കുഴച്ച് വെച്ചോളണ്ടി. ഇഞ്ഞിട്ട് നമുക്ക് അണ്ട് പൊരിച്ചെടുത്താണ്ടല്ലോ നല്ലൊരു മണമാണ് ഇതിങ്ങനെ പൊരിച്ചുമ്പോൾ തന്നെ. അപ്പം പിന്നെ നമുക്ക് എടുത്ത് തിന്നാനൊക്കെ പൂതിയാവും. അത് എടുത്ത് തിന്നാൽ പിന്നെ നമ്മളെ ഷവർമയിലുണ്ടല്ലോ കോഴിക്കഷ്ണം അല്ലെങ്കിൽ തന്നെ കുറവാണ്. പിന്നെ ഇപ്പോൾ കുറേ കണ്ടൊന്നും മണമൊന്നുമില്ല ഷവർമ്മക്ക്. ഒക്കെപ്പാടെ കൂട്ടി കുഴച്ച് തിന്നുമ്പോൾ കോഴി എവിടെ, എന്താ വല്ലുള്ളി എവിടെ, അതേമാതിരി നമ്മളെ കാബേജ് എവിടെയെന്നൊന്നും ആരും നോക്കൂല്ല. കുഴച്ചങ്ങോട്ട് ഞം 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 പറഞ്ഞിട്ട് തിന്നല്ലേ. നമുക്ക് കോഴിയൊക്കെ പൊരിച്ച് മാറ്റി വെച്ചിക്കണേ. ഇനി നമുക്ക് ഓരോന്നിട്ടിട്ട് അങ്ങനെ വാട്ടി കൊടുക്കട്ടോ. അപ്പോൾ വല്ലുള്ളി ഇതാക്കണേ, ഞാനൊന്ന് പിഴിഞ്ഞെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ വല്ലുള്ളിയിൽ കുറച്ച് വെള്ളം, അത് ആ വല്ലുള്ളിൻ്റെ വെള്ളമാണ്. അപ്പോൾ അത് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, വല്ലുള്ളി ഇങ്ങനെ വാട്ടുമ്പോൾ വെള്ളം പീച്ചി കൊണ്ട് നിൽക്കും. അപ്പോൾ അതും പറ്റൂല. അപ്പോൾ അതിനാണ് വെള്ളം നമ്മൾ പീച്ച് എടുക്കണേ. എന്നിട്ട് പിന്നെ ഒന്നിങ്ങോട്ട് വാടിയാൽ മതി കേട്ടോ. ഇത് നല്ലോണം ഒന്ന് വാടിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഷവർമ്മക്ക്. ഒന്നിങ്ങോട്ട് വാടിക്കിട്ടിയാൽ മതി. അപ്പം അങ്ങനെ അതൊന്ന് വാടിയിക്കണേ. ഇനി നമുക്ക് നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി തന്നെ ഇതേമാതിരി ഒന്നിങ്ങോട്ട് വാട്ടി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കാബേജ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ.
അങ്ങനെ എല്ലാം പാടെ കൂട്ടിയിട്ട് ഇനി നമുക്ക് ആണ്ട് വാട്ടി കൊടുക്കാം. ഒരു തുള്ളി ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം കോഴിയിൽ ഉപ്പുണ്ടാവും, പിന്നെ നമുക്ക് മയോണൈസൊക്കെ ഇപ്പോൾ ഇതിൽ പാരാല്ലേ അല്ലേ, പിന്നെ തക്കാളി സോസും എല്ലതും പാടെ ആകുമ്പോൾ പിന്നെ ഉപ്പ് കൂടും. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തുക്കണേ. അപ്പോൾ അങ്ങനെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളകും കൂടി പൊടിച്ചെടുത്തുക്കണം കേട്ടോ. പച്ചമുളക് ഇതിലിട്ടിട്ടില്ല കേട്ടോ. പച്ചമുളകിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുരുമുളകാണ് വേണ്ടിയത്. ഇനി കുരുമുളകില്ല എങ്കിൽ നമ്മളെ പച്ചമുളകുണ്ടല്ലോ അത് അരിഞ്ഞിട്ടാലും മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതാക്കണേ, നമ്മൾ ഗ്യാസാണ്ട് ഓഫാക്കിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കോഴി ഉണ്ടല്ലോ അത് കജ്ജോണ്ട് ഇങ്ങനെ നുള്ളിയെടുത്താലും മതി. അപ്പം ഞാൻ തട്ടി അപ്പോൾ ഞാൻ നുള്ളിയെടുക്കാനൊന്നും അവലെ ചെയ്തിട്ട് നമ്മളെ ചോപ്പറിലിട്ടുകൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തുക്കണം കേട്ടോ. അപ്പം ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നുള്ളി പറിച്ച് ഇങ്ങനെ കുത്തിർക്കണം. അപ്പോൾ പിന്നെ ഇതാണ്ടായാൽ രണ്ട് വലിയാണ് വലിച്ചാൽ ഒന്നായിട്ട് ഇങ്ങോട്ട് പൊടിഞ്ഞാണ് കിട്ടും. അപ്പം നല്ലോണം ഇങ്ങോട്ട് അരിയും വേണ്ട. അങ്ങനെ ഏതായാലും നമ്മളെ കോഴിയായി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം എൻ്റെ മക്കളെ. ഇതും കൂടി ഇട്ടാണ് കഴിഞ്ഞപ്പോണ്ടല്ലോ അതിൻ്റെ ഒരു മണം. അപ്പോഴത്തേന് നമ്മളെ തങ്കപ്പൂച്ചൻ്റെ കുട്ടികളൊക്കെ വന്ന് തീർക്കണേ. അപ്പോൾ ഇതിൻ്റെ ചൂരിങ്ങോട്ട് കേട്ടിട്ടേ നല്ല മണമാണ് ഇതിന്. അപ്പോൾ ഓലിങ്ങനെ വന്ന് നോക്കി നിൽക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ച് നേരം കുത്തിരിക്കി തിരണ്ടിട്ടോ എന്ന് പറഞ്ഞ്. ഏതായാലും ഓല് എത്തിയപ്പോൾ ഔത്തെത്തിക്കണേ. അല്ലെങ്കിൽ പുറത്ത് മാത്രം ഇങ്ങനെ നിൽക്കലേ. ഇനിയിപ്പോൾ നമ്മളെ കാലിൻ്റെ ഒട്ടി കൂടെ ഇങ്ങനെ മണ്ടിപ്പൊളിഞ്ഞ് നടക്കും പോലെ. പിന്നെ പോലക്ക് കിട്ടുമെന്ന് അറിയണോടത്തല്ലേ ഓല് നിൽക്കുള്ളൂ. അങ്ങനെ നമ്മളെ മസാലയൊക്കെ റെഡിയായി ഞാൻ ഓഫാക്കിക്കണേ. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്താലോ. അപ്പോൾ ഇതാക്കണം നമ്മളെ മയോണൈസ്, പിന്നെ നമ്മളെ കുബൂസ് പിന്നെ ചെറുക്കം കൊടുന്നതാണ് കേട്ടോ പീടിയെന്ന്. ഇനിയിപ്പോൾ കുബൂസ് ഇല്ലെങ്കിൽ നിങ്ങൾ പേടിച്ചണ്ട, നമ്മളെ ചപ്പാത്തി ഉണ്ടല്ലോ അതുണ്ടാക്കിക്കോളാണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓൻ പറഞ്ഞല്ല വെച്ച് ഞാൻ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത് ഒരു പാക്കിന് 30 ഉറുപ്പ്യാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൊടുന്ന് എന്നിട്ട് പിന്നെ കുറച്ച് മയോണൈസ് അതിന്മേൽ തേച്ച് പിന്നെ നമ്മളെ മസാല അതിലിട്ടു. ഇനിയിപ്പോൾ മയോണൈസൊക്കെ പാടെ കൂട്ടിക്കാണ്ട് ഇതാക്കിയാലും മതി. ഞങ്ങളിങ്ങനെയാണ് കാട്ടിയത് കേട്ടോ. പിന്നെ ഇതാക്കണേ നമ്മൾ കുറച്ച് തക്കാളി സോസും കൂടി അതിൻ്റെ മുകളിൽ ഒറ്റിച്ചിക്കണം. ഇനി അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ചും കൂടി മയോണൈസൊക്കെ ഒറ്റിച്ചിട്ട് നമുക്കുണ്ടല്ലോ സെറ്റാക്കി എടുക്കാം. അതിൻ്റെ മക്കളെ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര ചാതുണ്ടാവും എന്നുള്ളത്. എൻ്റെ പഠിച്ചോനെ പറഞ്ഞറിയാൻ പറ്റില്ല ചാതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി കുടിയിലൊന്നും ഉണ്ടാക്കി എടുത്തോളേണ്ടി ഇന്നാളെ. എന്താ വെച്ചാൽ ഒരു സാധനം വേണ്ട, നമ്മളെ കാബേജ് നമ്മളെ കുടിയിലുണ്ടാവും, പിന്നെ ഉള്ളിപ്പേതായാലും ഉണ്ടാവും, പിന്നെ കുറച്ച് മല്ലിച്ചപ്പല്ലേ അതും. മല്ലിച്ചപ്പ് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഒരു 5 ഉറുപ്പ്യൊക്കെ വാങ്ങിക്കൊടുന്നാലും മതി ഇന്നാളെ. തക്കാളി നമ്മളോട് ഉണ്ടാകുന്നതാണ്. പിന്നെ ഇപ്പോൾ കോഴി എന്തെങ്കിലുമൊക്കെ മാങ്ങാതാക്കൂലല്ലോ, ആഴ്ചയിലെങ്കിലും മാങ്ങാക്കൂല. അപ്പോൾ പിന്നെ കോഴി ഉണ്ടാകുമ്പോൾ ഒരു 5-6 കണ്ടെടുത്തിച്ച് ഒന്നുണ്ടാക്കി നോക്കണ്ടേ. നല്ല രസമുണ്ട്, ഒരിക്കലും നഷ്ടാവില്ല. ഇന്നും തിന്നാം നാളെയും തിന്നാം, എന്നാലും ബാക്കി കാരം അത്രക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.